നമസ്കാരം. നമ്മുടെ നാട്ടിലെ ഇടതുപക്ഷ നേതാക്കന്മാരും സൈദ്ധാന്തികന്മാരും ഒക്കെ എപ്പോഴും ഉരുവിടുന്ന ഒരു പേരാണ് നോം ചോംസ്കിയുടേത്. അമേരിക്കയിലെ ഇടതുപക്ഷക്കാരൻ അല്ല അമേരിക്കയിലെ CPM വേണമെങ്കിൽ നമുക്ക് അദ്ദേഹത്തെ വിശേഷിപ്പിക്കാം എന്നാണ് പൊതുവെ നമ്മുടെ നാട്ടിലെ ഇടതുപക്ഷ നേതാക്കന്മാരൊക്കെ തന്നെ അദ്ദേഹത്തെക്കുറിച്ച് വിശേഷിപ്പിക്കാറുള്ളത്. അമേരിക്കൻ സാമ്രാജ്യത്തിനെതിരെ അതിശക്തമായ തോതിൽ ഒറ്റയ്ക്ക് നിന്ന് സൈദ്ധാന്തികമായി പോരാടുന്ന ഒരാളാണ് നോം ചോംസ്കി എന്നൊക്കെയാണ് അവർ എപ്പോഴും അദ്ദേഹത്തെ വിശേഷിപ്പിക്കാറുള്ളത്. കേരളത്തിലെ CPMൻ്റെ സൈദ്ധാന്തിക മുഖങ്ങളിലൊന്നായ ഡോക്ടർ തോമസ് ഐസക്കെല്ലാം എപ്പോഴും പറയാറുള്ളൊരു പേരുമാണ് നോം ചോംസ്കി. നോം ചോംസ്കി ഒരു വലിയ മഹാനായ മനുഷ്യനാണ് എന്ന് തന്നെയാണ് പൊതുവെ ഇവരുടെയൊക്കെ വാക്കുകളിൽ നിന്ന് നമ്മൾ കരുതിയിരുന്നത്. അദ്ദേഹം അങ്ങേറ്റം ആദർശവാനായ അമേരിക്കൻ സാമ്രാജ്യത്തെ നേരിട്ട് ഏറ്റുമുട്ടി പരാജയപ്പെടുത്താൻ നടക്കുന്ന ഒരാളാണെന്നൊക്കെയാണ് പൊതുവെ നമ്മളുടെ എല്ലാവരും ധാരണ. എന്നാൽ പലപ്പോഴും സംഭവിക്കാറുള്ള പോലെ നമ്മുടെ ഈ ലോകത്തെ പലരെക്കുറിച്ചും നമ്മൾ വെളിയിൽ കാണുന്ന ആളായിരിക്കില്ല യഥാർത്ഥത്തിൽ. വിഖ്യാത എഴുത്തുകാരനായ ഷേക്സ്പിയറിൻ്റെ ഒഥല്ലോയിലെ ഇയാഗോ എന്ന വില്ലൻ കഥാപാത്രം പറയുന്നത് പോലെ ഐ ആം നോട്ട് വാട്ട് ഐ ആം എന്ന് പറഞ്ഞതുപോലെ ഇവരൊന്നും ഈ കാണുന്ന ആളുകളല്ല എന്ന് പിന്നീടാണ് ലോകം അല്ലെങ്കിൽ കാലം മനസ്സിലാക്കുന്നത്. ഏറ്റവും ഒടുവിലായി ഇപ്പോൾ നോം ചോംസ്കിയെക്കുറിച്ച് വന്നിട്ടുള്ള വാർത്തകൾ നമ്മെ അമ്പരപ്പിക്കുന്നതാണ്. അമേരിക്കയിലെ കുപ്രസിദ്ധ ലൈംഗിക കുറ്റവാളിയായ ജെഫ്രി എപ്സ്റ്റീനുമായി ഇദ്ദേഹത്തിന് ബന്ധമുണ്ട് എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇരുവരും ഒരുമിച്ച് ഒരു ജെറ്റ് വിമാനത്തിൽ പ്രൈവറ്റ് ജെറ്റിൽ യാത്ര ചെയ്യുന്നതായിട്ടുള്ള ചിത്രങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. ചിത്രങ്ങൾ പുറത്തു വന്നപ്പോൾ പലരും കരുതിയത് ഇപ്പോഴത്തെ പുതിയ സംവിധാനം അനുസരിച്ച് ചിലപ്പോൾ AI ഉപയോഗിച്ച് നിർമ്മിച്ച ചിത്രമാണോ എന്നൊക്കെയാണ്. പക്ഷേ പിന്നീടാണ് ഇത് കാര്യങ്ങൾ പുറത്തു വരുന്നത്. ഇവർ തമ്മിൽ വളരെ അടുത്ത സുഹൃത്തുക്കളാണ്. നോം ചോംസ്കിയെക്കുറിച്ച് ജെഫ്രി എപ്സ്റ്റീൻ ഒരു നല്ല അഭിപ്രായമൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ട്. ഇദ്ദേഹം വളരെ മിടുക്കനാണ്, ഇദ്ദേഹം വളരെ മഹാനായ വ്യക്തിയാണെന്നൊക്കെ നേരത്തെ അദ്ദേഹത്തിൻ്റെ കൈപ്പടയിൽ ഒരു അഭിനന്ദനക്കുറിപ്പ് എഴുതി കൊടുത്തിട്ടുണ്ടെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത. ഇരുവരും തമ്മിൽ വളരെ അടുത്ത സുഹൃത്തുക്കളായിരുന്നു എന്ന് മാത്രമല്ല, ഈ കുപ്രസ്ഥനായ ജെഫ്രി എപ്സ്റ്റീൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ഏതാണ്ട് $2,70,000 ചോംസ്കിയുടെ അക്കൗണ്ടിലേക്ക് വന്നിട്ടുണ്ട് എന്നും തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. ഏതായാലും ചോംസ്കിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിന് സ്ട്രോക്ക് ഉണ്ടാവുകയും ഇപ്പോൾ സംസാരശേഷി നഷ്ടപ്പെട്ട അവസ്ഥയിലുമാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ പ്രതികരിക്കാൻ അദ്ദേഹത്തിന് കഴിയുകയില്ല. എങ്കിൽ പോലും ഇപ്പോൾ പുറത്തു വരുന്ന തെളിവുകളൊക്കെ തന്നെ സൂചിപ്പിക്കുന്നത് ഈ കുപ്രസ്ഥ ലൈംഗിക കുറ്റവാളിയുമായി അദ്ദേഹത്തിന് അടുത്ത ബന്ധമുണ്ടായിരുന്നു എന്ന് തന്നെയാണ്. ഇരുവരും ഒരുപാട് മേഖലകളിൽ ഒരുമിച്ച് പ്രവർത്തിച്ചു എന്നാണ് പറയപ്പെടുന്നത്. മാത്രവുമല്ല, നോം ചോംസ്കിയുടെ പല അക്കാദമിക് സംരംഭങ്ങളിലുമൊക്കെ തന്നെ ഈ ഒരു ലൈംഗിക കുറ്റവാളിയുടെ സഹായം ലഭിച്ചിട്ടുണ്ട് എന്നുള്ള വാർത്തയും പുറത്തു വരുന്നുണ്ട്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും മുൻ പ്രസിഡന്റ് ബിൽ ക്ലിൻ്റനും ഉൾപ്പെടെ ലോകത്തെ VVIPകളൊക്കെ തന്നെ ഇയാളുടെ കസ്റ്റമർമാരായിരുന്നു എന്നുള്ള വാർത്ത പുറത്തു വരുന്നുണ്ട്. ബിൽ ക്ലിൻ്റൻ്റെ ഞെട്ടിക്കുന്ന ചില ചിത്രങ്ങൾ, ഇയാളുടെ അന്തഃപുരങ്ങളിലെ സ്ത്രീകളുമൊത്തുള്ള ചിത്രങ്ങളൊക്കെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിരുന്നു. ഏതായാലും ഈ എപ്സ്റ്റീൻ പിന്നീട് ജയിലിൽ കഴിയുന്ന വേളയിൽ സംശയകരമായ സാഹചര്യത്തിൽ മരിക്കുകയായിരുന്നു. ഇയാളെ ജയിലിൽ വെച്ച് വധിക്കുകയായിരുന്നു എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. ഏതായാലും പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെപ്പോലും ഉന്നതർക്ക് കാഴ്ചവെച്ച് കാര്യങ്ങൾ കണ്ടിരുന്ന ഒരാളായിരുന്നു ഈ എപ്സ്റ്റീൻ എന്നാണ് പൊതുവെ പറയപ്പെടുന്നത്. ഇയാളുടെ മരണത്തെക്കുറിച്ചൊക്കെ തന്നെ ഇപ്പോഴും അന്വേഷണം പൂർത്തിയായിട്ട് പോലും ഇല്ല. ഇയാളുടെ എപ്സ്റ്റീൻ ഫയലുകളിലുള്ള രഹസ്യങ്ങൾ പലരുടെയും ഉറക്കം കെടുത്തുന്നു എന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ ഇപ്പോൾ ആദ്യഘട്ടത്തിൽ പുറത്തുവിട്ട പേരുകളിൽ ചിത്രങ്ങളൊന്നും തന്നെ ട്രംപിൻ്റെ പേരില്ല. ട്രംപിൻ്റെ പേരും ചിത്രങ്ങളൊക്കെ എഡിറ്റ് ചെയ്ത് മാറ്റിയതാണ് എന്ന് പറയപ്പെടുന്നുണ്ട്. ആദ്യഘട്ടങ്ങളിൽ പുറത്തുവന്ന ചിത്രങ്ങളൊക്കെ തന്നെ ട്രംപിൻ്റെ ചിത്രങ്ങളും ഉണ്ടായിരുന്നു, പല സുന്ദരിമാരെയും ഒരുമിച്ച് നിൽക്കുന്നത്. ബിൽ ക്ലിൻ്റനാകട്ടെ അർദ്ധനഗ്നകളായ യുവതികളുമായി ഒരു നീന്തൽക്കുളത്തിൽ നീന്തുന്നതിൻ്റെ ദൃശ്യങ്ങൾ, ഇയാളുടെ സ്വകാര്യ നീന്തൽക്കുളത്തിൽ, അതായത് എപ്സ്റ്റീൻ നീന്തൽക്കുളത്തിൽ നീന്തുന്നതിൻ്റെ ചിത്രങ്ങളൊക്കെ തന്നെ പുറത്തു വന്നിരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള വളരെ കുപ്രസ്ഥനായ ഒരാൾ, ജയിലിൽ കിടന്ന സംശയാസ്പദമായ സാഹചര്യങ്ങളിൽ മരിച്ച ഒരു വ്യക്തി, പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ പീഡിപ്പിച്ച അല്ലെങ്കിൽ ഉന്നതർക്ക് കാഴ്ചവെച്ച വ്യക്തി തുടങ്ങിയ പേരുദോഷങ്ങളെല്ലാം തന്നെയുള്ള ഈ എപ്സ്റ്റീനുമായി ഈ ചോംസ്കിക്ക് എന്താണ് ബന്ധമെന്നാണ് ഇപ്പോൾ എല്ലാവരും അന്വേഷിക്കുന്നത്. അല്ലെങ്കിൽ തന്നെ നമ്മുടെ നാട്ടിലെ ഇടതുപക്ഷ നേതാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം ഈ പണക്കാരെന്നും അവരുടെ ഒരു ദൗർബല്യമാണ്. ആഗോള തൊഴിലാളികൾക്ക് വേണ്ടിയൊക്കെ തന്നെ സംസാരിക്കുമെങ്കിലും ഇവരുടെ ഏറ്റവും വലിയ ദൗർബല്യം മുതലാളിമാർ തന്നെയാണ്. പ്രവാസി വ്യവസായികൾ, നമ്മുടെ നാട്ടിലെ വലിയ കോടീശ്വരന്മാർ എന്നിവരൊക്കെ തന്നെ ഈ നമ്മുടെ നാട്ടിലെ ഇടത് സൈദ്ധാന്തികന്മാർക്ക് വല്ലാത്ത സ്നേഹമാണ്, അവരോട് വല്ലാത്തൊരു ആവേശകരമായ ഒരു സ്നേഹമാണ്. അതൊക്കെ തന്നെ സ്വന്തം കാര്യം കാണാൻ വേണ്ടിയാണെന്നുള്ളത് മറ്റൊരു വശമാണ്. എങ്കിൽ പോലും ഇത്തരത്തിലുള്ള ബുദ്ധിജീവികളെ നമ്മൾ ധാരാളം കണ്ടിട്ടുണ്ട്. ഇവരൊക്കെ തന്നെ വളരെ വില കുറഞ്ഞ ജൂബയും സഞ്ചിയൊക്കെ ധരിച്ച് വരികയും അത്യാഡംബര ജീവിതം സ്വകാര്യ ജീവിതത്തിൽ നയിക്കുകയും ചെയ്യുന്നവരാണ്. അത്തരത്തിലുള്ള ഒരാളായിരുന്നു നോം ചോംസ്കി എന്ന് നമ്മൾ സ്വാഭാവികമായി സംശയിക്കേണ്ടി വരും. കാരണം ഇദ്ദേഹത്തിൻ്റെ കൂട്ടുകാരനായിരിക്കുന്നത് അഖിലലോക കുപ്രസിദ്ധനായ ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിലെ ഇടത് സൈദ്ധാന്തികന്മാർ ഇനി അധികകാലം നോം ചോംസ്കിയുടെ പേര് ഇവിടെ പറയുമോ എന്ന് സംശയമാണ്. അതല്ലെങ്കിൽ നിരന്തരമായി നമ്മൾ ചാനൽ ചർച്ചകളിലും മറ്റുമൊക്കെ തന്നെ ഇടത് സൈദ്ധാന്തികന്മാർ വന്നിട്ടെന്ന് പറയുന്ന വിദേശ പേരുകളിൽ ഒരുപക്ഷെ മാർക്സും എംഗൽസും കഴിഞ്ഞാൽ ഏറ്റവും അധികം പറയുന്ന പേരുള്ള ഒന്നായിരുന്നു നോം ചോംസ്കി. അമേരിക്കയിലെ മുതലാളിത്തത്തെ ഒറ്റയ്ക്ക് എന്ന് വെല്ലുവിളിക്കുന്ന മഹാധീരനായ മാർക്സിസ്റ്റ് എന്ന് വിശേഷിപ്പിച്ചിരുന്ന അതേ വ്യക്തി തന്നെയാണ് ഇപ്പോൾ ഈ കുപ്രസ്ഥനായ വ്യക്തിയുടെ ഫയലുകളിൽ, അയാളുടെ ചിത്രങ്ങളിലും
അതുപോലെ അയാളുടെ മറ്റ് ഫയലുകളിലൊക്കെ തന്നെ നിറഞ്ഞു നിൽക്കുന്നത്.